ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. അന്നദാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഒരു കഥ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. കർണനും ദുര്യോധനനും അവരുടെ കാലശേഷം സ്വർഗത്തിലേക്ക് എത്തി. അവർക്ക് വളരെ ഉജ്ജ്വലമായിട്ടുള്ള വരവേൽപ്പൊക്കെയാണ് അവിടെ ലഭിച്ചത്. രണ്ടുപേർക്കും സ്വന്തമായിട്ട് വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെയാണ് താമസിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട്, സഹായത്തിനൊക്കെ നിരവധി പേരുണ്ട്. അങ്ങനെ ഇരിക്കെ കർണനെ നല്ലൊരു ദാഹം തോന്നി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് കിട്ടുമോ എന്ന് അറിയാണ്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല, വിശക്കുന്നുണ്ട് ചെറുതായിട്ട്. അവിടെ പഴങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, മുന്തിരിയും ഓറഞ്ചും ആപ്പിളും ഒക്കെ. പക്ഷെ അതെല്ലാം സ്വർണത്തിൻ്റെയാണ്, അപ്പോൾ അത് കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ പലയിടത്തും അന്വേഷിച്ചിറങ്ങിട്ടോ. അപ്പോൾ വിശപ്പും ദാഹവും ഇങ്ങനെ കൂടിക്കൂടി വരിക. സന്ധ്യ ആവുന്നവരെ അങ്ങനെ നടന്നു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പരാതി പറയാനായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താ കൃഷ്ണ, വിശക്കുന്നവന് അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് ഒരു തരി പോലും വെള്ളം ഇവിടെ ഇല്ലല്ലോ, വെള്ളം ഭക്ഷണമൊന്നും ഇല്ലാത്ത സ്വർഗമോ. ദുര്യോധനനാകട്ടെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, എനിക്കെന്താണ് അങ്ങനെ ലഭിക്കാഞ്ഞത് എന്ന് കൃഷ്ണനോട് കർണൻ ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിക്കുക. വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ എന്തെങ്കിലും ഭക്ഷണമായിട്ട് നീ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തതെല്ലാം സ്വർണവും രത്നങ്ങളും ആയിരുന്നില്ലേ എന്ന് കൃഷ്ണൻ ചോദിച്ചു. അപ്പോഴാണ് കർണന് മനസ്സിലായത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കൃഷ്ണ, ഒരു തുള്ളി വെള്ളം കിട്ടാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് ശരി, കുഴപ്പമില്ല. ഇനി ഭക്ഷണമോ അല്ലെങ്കിൽ വിശന്ന് വന്ന ആർക്കെങ്കിലും അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി നീ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലും മതി എന്ന് പറഞ്ഞു കൃഷ്ണൻ. അപ്പോൾ കർണൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ദുര്യോധനൻ അന്നദാനം നടത്തുമ്പോൾ ഒരു വഴിപോക്കൻ വന്ന് ആ സത്രത്തിലേക്കുള്ള വഴി ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് കർണൻ പറഞ്ഞു. എന്നാൽ ശരി, ആ ചൂണ്ടിക്കാണിച്ച ആ ചൂണ്ടുവിരലുണ്ടല്ലോ, അതൊന്ന് നുണഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ. കർണൻ അതേപടി ചെയ്തു. കർണൻ്റെ വിശപ്പും ദാഹവും മാറി എന്നാണ് കഥ. ആ അന്നദാനത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ചൂണ്ടുവിരലിന് ഇത്രയേറെ പുണ്യമുണ്ടെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് എത്ര വലിയ പുണ്യമായിരിക്കും ലഭിക്കുക എന്നാണ് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതാണ് ഏറ്റവും വലിയ ദാനം അന്നദാനം ആണെന്ന് പറയുന്നത് കേട്ടോ. വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ ആ വിശപ്പ് മാറുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി, ഇതെല്ലാം ഈ അന്നം നൽകിയവർക്ക് അനുഗ്രഹമായിട്ടാണ് ലഭിക്കുക. വിശന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണം മാത്രമേ മനുഷ്യർ വേണ്ട, മതിയായി എന്ന് പറയുള്ളൂ. ബാക്കി എന്ത് കൊടുത്താലും പിന്നെയും പിന്നെയും സ്വീകരിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ ഒരു വിശപ്പിൻ്റെ ആ ഒരു വില, അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത്. അപ്പോൾ അന്നദാനം നൽകിക്കഴിഞ്ഞാൽ അത് ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ളവരെ ഏറ്റവും ഗംഭീരമായി തന്നെ മോക്ഷം നൽകും അല്ലെങ്കിൽ അനുഗ്രഹിക്കും എന്നാണ് പറയുക. അതാണ് അന്നദാനത്തിന് ഇത്രയേറെ മാഹാത്മ്യം ഉള്ളത്.